പ്രിയപ്പെട്ടവരെ, PSC പരീക്ഷയിൽ സാധാരണ 100 ചോദ്യങ്ങളാണ് ഉണ്ടാവുക. അതിൽ പ്രാദേശിക ഭാഷ എന്ന വിഭാഗത്തിൽ മലയാളവുമായി ബന്ധപ്പെട്ട് 10 മാർക്കിൻ്റെ ചോദ്യങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 100 ചോദ്യങ്ങളിൽ 10 മാർക്കാണ് പ്രാദേശിക ഭാഷ മലയാളം എന്ന വിഭാഗത്തിൽ ഉൾപ്പെടുന്നത്. അതിൽ സാധാരണയായി താഴെ പറയാൻ പോകുന്ന വിഭാഗങ്ങളിലായാണ് ഈ ചോദ്യങ്ങൾ ചോദിക്കാറുള്ളത്. പ്രധാനമായും 1 പദശുദ്ധി, 2 വാക്യശുദ്ധി, 3 പരിഭാഷ, 4 ഒറ്റപ്പദം, 5 പര്യായം, 6 വിപരീത പദം, 7 ശൈലികൾ പഴഞ്ചൊല്ലുകൾ, 8 സമാന പദം, 9 ചേർത്തെഴുതുക പിരിച്ചെഴുതുക, 10 സ്ത്രീലിംഗം പുല്ലിംഗം, 11 വചനം, 12 സമാസം. ഈ വിഭാഗങ്ങളിലായാണ് പൊതുവിൽ ഈ 10 ചോദ്യങ്ങളിലെ വ്യാകരണവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ഉണ്ടാകുന്നത്. ഇനി ഈ ഓരോ വിഭാഗത്തിൻ്റെയും സവിശേഷത എന്താണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. 1ാമത്തെ വിഭാഗം പദശുദ്ധി എന്നതാണ്. പദശുദ്ധി സാധാരണയായി എഴുതുമ്പോൾ അക്ഷരത്തെറ്റ് സംഭവിക്കാൻ സാധ്യത കൂടിയ പദങ്ങളാണ് ഈ വിഭാഗത്തിൽ ചോദ്യങ്ങൾ ഉൾപ്പെടുത്തുന്നത്. ഇംഗ്ലീഷിനെ സംബന്ധിച്ച് പറഞ്ഞാൽ ശരിയായ സ്പെല്ലിംഗ് കണ്ടുപിടിക്കൂ എന്ന് പറയുന്നത് പോലെ. ഉദാഹരണമായി ഒരു മുൻ പരീക്ഷയിൽ ഈ വിഭാഗത്തിൽ ചോദിച്ച ഒരു ചോദ്യം നോക്കാം. ശരിയായ പദം എടുത്തെഴുതുക. A യശസ് ശരീരൻ, B യശസ് ശരീരൻ, C യശ് ശരീരൻ, D യശ ശരീരൻ. ഇനി അടുത്ത വിഭാഗം, 2ാമത്തെ വിഭാഗം വാക്യശുദ്ധി എന്നതാണ്. ഒരു വാക്യം തന്നിട്ട് അതിൻ്റെ ആശയം അവ്യക്തമോ സങ്കീർണമോ ആക്കി തീർത്ത ഘടനയിലെ തകരാറ് പരിഹരിച്ച് എഴുതലാണ് വാക്യശുദ്ധി വരുത്തൽ എന്ന ചോദ്യവിഭാഗം. ഉദാഹരണമായിട്ട് മുൻ പരീക്ഷയിലെ ഒരു ചോദ്യം നോക്കാം. ചോദ്യം: ശരിയായ വാക്യപ്രയോഗമേത്? A കുട്ടികൾക്ക് കളിക്കുന്നതിനും പഠിക്കാനും വേണ്ട അവസരങ്ങൾ നൽകേണ്ടതാണ്. B കുട്ടികൾക്ക് പഠിക്കുന്നതിനും കളിക്കാനുമുള്ള അവസരങ്ങൾ നൽകേണ്ടതാണ്. C കുട്ടികൾക്ക് പഠിക്കുന്നതിനും കളിക്കുന്നതിനുമുള്ള അവസരങ്ങൾ നൽകേണ്ടതാണ്. D കുട്ടികൾക്ക് പഠിക്കുന്നതിനോടൊപ്പം കളിക്കുന്നതിനുമുള്ള അവസരങ്ങൾ നൽകേണ്ടതാണ്. ഇനി 3ാമത്തെ വിഭാഗം, അത് പരിഭാഷ എന്നാണ്. പരിഭാഷ ഇംഗ്ലീഷിൽ എഴുതപ്പെട്ടൊരു വാക്യം നൽകുന്നു. മിക്കവാറും അതേതെങ്കിലും പ്രസിദ്ധമായ രചനയിൽ നിന്നായിരിക്കും. ആ വാക്യത്തിൻ്റെ ആശയം ഏറ്റവും നന്നായി ആവിഷ്കരിച്ചിരിക്കുന്നത് ഒപ്പം തന്നിരിക്കുന്ന പരിഭാഷകളിൽ ഏതിലാണ് എന്ന് കണ്ടെത്തി എഴുതണം. ഉദാഹരണമായി ഓഗസ്റ്റ് 31 പത്തനംതിട്ട LDC പരീക്ഷയിലെ പരിഭാഷാ ചോദ്യം നോക്കാം. ചോദ്യം: ആൻഡ് ഇറ്റ് വാസ് അറ്റ് ദാറ്റ് ഏജ് പോയട്രി ഇൻ സെർച്ച് ഓഫ് മീ. ശരിയായ പരിഭാഷ ഏത്? A കവിത എന്നെ തേടി വന്നണഞ്ഞത് ആ പ്രായത്തിലാണ്. B കവിത വന്നണഞ്ഞത് എന്നെ തേടി ആ പ്രായത്തിലാണ്. C ആ പ്രായത്തിലാണ് എന്നെ തേടി കവിത വന്നണഞ്ഞത്. D എന്നെ തേടി കവിത വന്നണഞ്ഞത് ആ പ്രായത്തിലാണ്. ഇനി 4ാമത്തെ വിഭാഗം, അത് ഒറ്റപ്പദം എന്ന വിഭാഗമാണ്. ഒറ്റപ്പദം പദവിശദീകരണം നൽകിയിട്ട് അതിനെ ഒറ്റപ്പദമാക്കാനാണ് ഈ വിഭാഗത്തിൽ ആവശ്യപ്പെടുന്നത്. ഉദാഹരണം നോക്കാം. ചോദ്യം: വേദത്തെ സംബന്ധിച്ചത് ശരിയായ ഒറ്റപ്പദം ഏത്? A വൈദികം, B വേദത്വം, C വേദി, D വേദപം. ഇനി 5ാമത്തെ വിഭാഗം, ഇത് പര്യായം എന്നതാണ്. ഒരു വാക്കിന് പകരം ഉപയോഗിക്കുന്ന അതേ അർത്ഥമുള്ള മറ്റൊരു പദമാണ് പര്യായം. അതേ അർത്ഥമുള്ള മറ്റൊരു പദം. ഈ വിഭാഗത്തിൽപ്പെട്ട ചോദ്യങ്ങൾക്കൊരു ഉദാഹരണം നോക്കാം. ഒരു വാക്ക് തന്നിട്ട് അതിൻ്റെ പര്യായമായ വേറെ ഒരു വാക്ക് കണ്ടുപിടിക്കാനാവില്ല പലപ്പോഴും ആവശ്യപ്പെടുന്നത്. ആ വാക്കിൻ്റെ പര്യായങ്ങൾ മാത്രം ഉൾപ്പെടുന്ന സെറ്റ് കണ്ടുപിടിക്കാനായിരിക്കും. ചോദ്യം ഇതാണ്: താഴെ പറയുന്നവയിൽ നിലാവ് എന്ന പദത്തിൻ്റെ ശരിയായ പര്യായ പദങ്ങൾ ഏവ?
എ നിലാവ് ചന്ദ്രിക കൗമുദി, ബി നിലാവ് തിങ്കൾ ഭാസ്കരൻ, സി നിലാവ് നിശീഥിനി രാവ്, ഡി നിലാവ് താര താരകം. ഇനി ആറാമത്തെ വിഭാഗം വിപരീത പദം എന്നതാണ്. നേരെ എതിരർത്ഥമുള്ള പദം കണ്ടെത്തി എഴുതാനാണ് ഈ വിഭാഗത്തിലെ ചോദ്യങ്ങൾ. ഒരു ഉദാഹരണം നോക്കാം. ചോദ്യം: ക്ഷണികം എന്ന പദത്തിൻ്റെ വിപരീതം ഏതാണ്? എ അക്ഷണികം, ബി ശാശ്വതം, സി നശ്വരം, ഡി നൈമിഷികം. ഇനി ഏഴാമത്തെ വിഭാഗം ശൈലികൾ പഴഞ്ചൊല്ലുകൾ എന്നതാണ്. നേരിട്ടുള്ള അർത്ഥത്തിന് പുറമെ സൂചിതമാകുന്ന മറ്റൊരർത്ഥത്തെ സൂചിപ്പിക്കുന്ന പദക്കൂട്ടമാണ് ശൈലികൾ. ഉദാഹരണം: കഥ കഴിഞ്ഞു, കഥ അവസാനിച്ചു എന്നാണ് വാക്കുകളുടെ അർത്ഥം. എങ്കിലും മരിച്ചു എന്നാണ് ആ ശൈലിയുടെ അർത്ഥം. അടിച്ചു പൊളിക്കുക എന്ന വാക്യം നമുക്ക് പരിചയമുണ്ട്. അതിലും ആ വാക്കുകളുടെ അർത്ഥമല്ല നമ്മൾ പരിഗണിക്കുന്നത്. ആ ശൈലിയാകുമ്പോഴേക്കും അതിന് മറ്റൊരർത്ഥമാണ് ഉണ്ടാവുക. സവിശേഷമായൊരാശയം ഒതുക്കി വച്ചിരിക്കുന്ന താളാത്മകമായ മനോഹര വാക്യങ്ങളാണ് പഴഞ്ചൊല്ലുകൾ. ജനസമൂഹത്തിൻ്റെ പുരാതനമായ അനുഭവങ്ങളാണ് ഇങ്ങനെ ആപ്തവാക്യങ്ങളായിട്ട് മാറുന്നത്. ഉദാഹരണമായിട്ട് മിന്നുന്നതെല്ലാം പൊന്നല്ല, പയ്യത്തിന്നാൽ പനയും തിന്നാം, നിത്യാഭ്യാസി ആനയെടുക്കും, അങ്ങനെ നിരവധി പഴഞ്ചൊല്ലുകളും ശൈലികളുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. ഉദാഹരണമായിട്ട് ചോദ്യം: ധനാശി പാടുക എന്ന ശൈലിയുടെ അർത്ഥം വരുന്ന രൂപമേത്? എ അവസാനിക്കുക, ബി തുടങ്ങുക, സി കൂലി കൊടുക്കുക, ഡി പണത്തിന് പാടുക. ഇനി എട്ടാമത്തെ വിഭാഗം സമാന പദം എന്നതാണ്. ഈ വിഭാഗം തന്നിരിക്കുന്ന വാക്കിൻ്റെ അർത്ഥമെന്ത് എന്നാണ് ഈ ചോദ്യം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പര്യായ പദമല്ല. ഉദാഹരണമായിട്ട് മുൻ പരീക്ഷയിൽ ചോദിച്ചൊരു ചോദ്യം നോക്കാം. ചോദ്യം: ചന്ദനം എന്ന വാക്കിന് സമാനമായ പദം ഏത്? എ കാഞ്ചനം, ബി മാലേയം, സി കോടീരം, ഡി ഗോരോചനം. ഇനി ഒൻപതാമത്തെ വിഭാഗം ചേർത്തെഴുതുക. തന്നിരിക്കുന്ന പദം പിരിച്ചെഴുതിയതിൽ ശരിയായത് ഏതെന്നോ അല്ലെങ്കിൽ ചേർത്തെഴുതിയതിൽ ശരിയായത് ഏതെന്നോ മാത്രമല്ല ഈ വിഭാഗത്തിൽ ചോദിക്കുക. പദങ്ങൾ ചേർത്തെഴുതുമ്പോൾ അതിലെ അക്ഷരങ്ങൾക്ക് അഥവാ വർണ്ണങ്ങൾക്കുണ്ടാകുന്ന മാറ്റത്തെ പ്രതിപാദിക്കുന്ന സന്ധി എന്ന മേഖലയിൽ നിന്നുള്ള ചോദ്യങ്ങളും ഈ വിഭാഗത്തിലുണ്ടാകും. വളരെ വിശദമായി പഠിക്കേണ്ട ഒരു മേഖലയാണിത്. ഏതാനും ഉദാഹരണ ചോദ്യങ്ങൾ നമുക്ക് നോക്കാം. ഒരു ചോദ്യം: വാഴ അധികം പഴം വാഴപ്പഴം. ഇവിടുത്തെ സന്ധി ഏത്? എ ദ്വിത്വസന്ധി, ബി ലോപസന്ധി, സി ആദേശസന്ധി, ഡി ആഗമസന്ധി. മറ്റൊരു തരത്തിലും ഈ ഭാഗത്ത് നിന്ന് ചോദ്യങ്ങൾ ഉണ്ടാവാം. ഒരു ഉദാഹരണം നോക്കാം. കന്മതിൽ എന്ന പദം പിരിച്ചെഴുതുന്നത് എങ്ങനെ? എ കൽ അധികം മതിൽ, ബി കൻ അധികം മതിൽ, സി കല്ല് അധികം മതിൽ, ഡി കന് അധികം മതിൽ. ഇനി ഒരു ഉദാഹരണം കൂടി ചോദ്യത്തിന് നോക്കണം. ഈ വിഭാഗത്തിൽ തന്നെ ചേർത്തെഴുതുക, പിരിച്ചെഴുതുക എന്ന വിഭാഗത്തിൽ മറ്റൊരു തരത്തിലും ചോദ്യം ചോദിക്കാറുണ്ട്. ചോദ്യം ഇതാണ്: ആദേശസന്ധിക്ക് ഉദാഹരണം. എ പനയോല, ബി കാറ്റടിക്കുന്നു, അതായത് പദം പിരിക്കാനോ പദം ചേർത്തെഴുതാനോ മാത്രമല്ല, പദം പിരിച്ചു നൽകിയിട്ട് അതിൽ സന്ധി ഏതാണ് എന്നുകൂടി ചോദിക്കും. ഇനി 10ാമത്തെ വിഭാഗം സ്ത്രീലിംഗം പുല്ലിംഗം. പ്രതിപാദിക്കുന്ന വസ്തു സ്ത്രീയോ പുരുഷനോ ഇത് രണ്ടുമല്ലാത്തതോ എന്നറിയാൻ ആ നാമത്തിൽ ചെയ്യുന്ന രൂപഭേദമാണ് ലിംഗം എന്ന് പറയുന്നത്. ഇതുമായി ബന്ധപ്പെട്ട ചോദ്യം നമുക്ക് നോക്കാം. ചോദ്യം:
താഴെ കൊടുത്തിരിക്കുന്നതിൽ ശരിയായ പദം ഏത്? എ കവിയത്രി, ബി കവയിത്രി, സി കവിത്രി, ഡി കവിയത്രിണി. ഇനി 11ാമത്തെ വിഭാഗം വചനം എന്നതാണ് ഈ വിഭാഗം. ഏതെങ്കിലും ഒന്നിൻ്റെ പേരിനെ സൂചിപ്പിക്കുന്ന പദങ്ങളിൽ അതിൻ്റെ എണ്ണത്തെ സൂചിപ്പിക്കുന്നതിനെയാണ് വചനമെന്ന് പറയുന്നത്. ഒരു ഉദാഹരണ ചോദ്യം നോക്കാം. ചോദ്യം: ഗുരുക്കൾ എന്ന പദം ഏത് ബഹുവചന രൂപമാണ്? എ സലിംഗ ബഹുവചനം, ബി അലിംഗ ബഹുവചനം, സി പൂജക ബഹുവചനം, ഡി സാമാന്യ ബഹുവചനം. ഇനി 12ാമത്തെ വിഭാഗം വിഭക്തി എന്നതാണ് ഈ വിഭാഗം. ഒരു നാമപദത്തിന് മറ്റ് നാമപദങ്ങളോടോ ക്രിയാപദങ്ങളോടോ ഉള്ള ബന്ധം കുറിക്കുന്നതിന് ആ നാമത്തിൽ വരുത്തുന്ന രൂപഭേദത്തെയാണ് വിഭക്തി എന്ന് പറയുന്നത്. ഈ വിഭാഗത്തിൽ നിന്നുള്ള ചോദ്യങ്ങൾ ഏതാണ്ട് എല്ലാ പരീക്ഷകളിലും ഉണ്ടാകും. ഒരു ഉദാഹരണം നോക്കാം. ചോദ്യം: അമ്മ കട്ടിലിൽ ഇരുന്നു. ഈ വാക്യത്തിൽ വന്നിരിക്കുന്ന വിഭക്തി ഏത്? എ പ്രയോജിക, ബി ആധാരിക, സി സംയോജിക, ഡി പ്രതിഗ്രാഹിക. അടുത്ത വിഭാഗം സമാസം എന്നതാണ്. വിഭക്തി പ്രത്യയങ്ങളുടെ സഹായം കൂടാതെ പദങ്ങളെ കൂട്ടിച്ചേർക്കുന്നതിനെയാണ് സമാസം എന്ന് പറയുന്നത്. ഇങ്ങനെ കൂട്ടിച്ചേർത്ത പദത്തെ സമസ്ത പദം എന്ന് പറയുന്നു. സമസ്ത പദത്തിൽ ചേർന്നിരിക്കുന്ന പദങ്ങളെ ഘടകപദങ്ങൾ എന്ന് വിളിക്കുന്നു. സമസ്ത പദത്തെ അതിൻ്റെ അർത്ഥവും ഘടകപദങ്ങൾ തമ്മിലുള്ള ബന്ധവും വ്യക്തമാകുന്ന വിധത്തിൽ വിടർത്തി പറയുന്നതിനെ വിഗ്രഹിക്കൽ എന്നാണ് പറയുന്നത്. ഈ 3 കാര്യങ്ങളുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. ഈ വിഭാഗത്തിൽ ഒരു മുൻ പരീക്ഷയിൽ ചോദിച്ച ഒരു ചോദ്യം നമുക്കൊന്ന് നോക്കാം. ചോദ്യം: കരിമിഴിക്കുരുവി എന്ന പദം ഏത് സമാസത്തിന് ഉദാഹരണമാണ്? എ ഉപമിത സമാസം, ബി ബഹുവ്രീഹി, സി ദ്വന്ദ്വ സമാസം, ഡി രൂപക സമാസം. സംസ്ഥാന PSC പരീക്ഷകളിൽ പ്രാദേശിക ഭാഷാ വിഭാഗത്തിൽ 10 മാർക്കിൻ്റെ ചോദ്യങ്ങളാണ് ചോദിക്കുന്നതെന്നും ഈ ചോദ്യങ്ങൾ പ്രധാനമായും ഏതെല്ലാം വിഭാഗങ്ങളിൽ നിന്നാണ് ഉൾപ്പെടുത്തുന്നതെന്നും നമ്മൾ ചർച്ച ചെയ്തു കഴിഞ്ഞു. പരീക്ഷയിൽ ആ വിഭാഗങ്ങളിലും ഉപവിഭാഗങ്ങളിലുമായി ചോദ്യങ്ങളുണ്ടായേക്കാം. പക്ഷെ നാം ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. മുൻ പരീക്ഷകളിൽ ചോദിച്ചതോ ചോദിക്കാവുന്നതോ ആയ ചോദ്യങ്ങൾ കണ്ടെത്തി അവയുടെ ഉത്തരം കാണാതെ പഠിക്കുന്നത് കൊണ്ട് പ്രയോജനമില്ല. കാരണം വ്യാകരണത്തെ സംബന്ധിച്ച് അതിലെ ഓരോ വിഭാഗവും ക്രമമായി വ്യക്തമായി മനസ്സിലാക്കുക എന്നതാണ് ശരിയായ പഠന രീതി. പരീക്ഷയ്ക്ക് വേണ്ടി ചോദ്യങ്ങൾ തയ്യാറാക്കുമ്പോൾ ചോദ്യകർത്താക്കൾ മേൽപ്പറഞ്ഞ വിഭാഗങ്ങളിൽ ഉദ്യോഗാർത്ഥിക്കുള്ള അറിവ് പരിശോധിക്കുന്നതിന് വേണ്ടി ഉചിതമായ ചോദ്യങ്ങൾ സ്വയം ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ വ്യാകരണ ചോദ്യങ്ങൾ ആവർത്തിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. എന്നാൽ വസ്തുനിഷ്ഠമായ വ്യാകരണ ഭാഗങ്ങൾ വ്യക്തമായി മനസ്സിലാക്കിയെടുത്താൽ ആ ഭാഗങ്ങളിൽ നിന്ന് ഏതു തരത്തിലുള്ള ചോദ്യങ്ങൾ ഉണ്ടായാലും അവ തിരിച്ചറിഞ്ഞ് അനായാസം ഉത്തരം കണ്ടെത്താൻ കഴിയും. ഓർക്കണം, വ്യാകരണ പാഠങ്ങൾ കാണാതെ പഠിക്കുകയല്ല വേണ്ടത്. കാണാതെ പഠിച്ചാൽ ആ ചോദ്യം ആവർത്തിച്ചെങ്കിൽ മാത്രമേ ഉത്തരം കണ്ടെത്താനാവൂ. എന്നാൽ ആ വ്യാകരണ ഭാഗം വ്യക്തമായി മനസ്സിലാക്കിയെടുത്താൽ ഏതു തരത്തിൽ ചോദ്യം വന്നാലും വ്യക്തമായി ഉത്തരം എഴുതാൻ കഴിയും. മറ്റൊരു പ്രധാന കാര്യം, വ്യാകരണ പഠനത്തെ സംബന്ധിച്ച് ഏറ്റവും എളുപ്പവും പ്രയോജനകരവുമായ രീതി ഭാഷയുടെ പ്രാഥമികവും അടിസ്ഥാനപരവുമായ ഭാഗങ്ങളിൽ നിന്ന് ക്രമാനുഗതമായി പഠനം നടത്തണം എന്നതാണ്. ഇടയ്ക്കുന്ന ഓരോ ഭാഗങ്ങൾ തിരഞ്ഞെടുത്ത് പഠിക്കാൻ ശ്രമിക്കുന്നത് വ്യക്തമായി മനസ്സിലാകുന്നതിന് തടസ്സമായിട്ട് മാറും. വ്യാകരണത്തിൻ്റെ ഏറ്റവും പ്രാഥമികമായ അടിസ്ഥാന ശിലകളിൽ നിന്ന് ആരംഭിച്ച് അനുക്രമമായി പഠിക്കുക എന്ന രീതിയാണ് ഇവിടെ അവലംബിച്ചിരിക്കുന്നത്. ഓരോ ഭാഗവും പഠിക്കുന്നതിനൊപ്പം ആ ഭാഗങ്ങളുമായി ബന്ധപ്പെട്ട് മുൻ പരീക്ഷകളിൽ ചോദിച്ച ചോദ്യങ്ങൾ കൂടി പരിചയപ്പെടേണ്ടതുണ്ട്. അവയുടെ ഉത്തരം കാര്യകാരണ സഹിതം മനസ്സിലാക്കി സ്വയം തിരിച്ചറിയുമ്പോഴാണ്
ആ ഭാഗത്തിൻ്റെ പഠനം പൂർത്തിയാവുന്നത്. വ്യാകരണ പദ്ധതിയുടെ പ്രാഥമിക പടവുകളിൽ നിന്ന് അടുത്ത ക്ലാസ് മുതൽ നമുക്ക് പഠിച്ചു തുടങ്ങാം.